സി കെ ജാനുവും സംഘവും അവിടെ കയറി ആ സ്കൂള് കൈവശപ്പെടുത്തി എന്നൊരു വാർത്ത കേട്ടിട്ട് ഞാനും അന്നത്തെ കോർഡിനേറ്ററായിരുന്ന ഒരു ശങ്കരൻ മാഷും കൂടെ കൂടിയിട്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഗീതാനന്ദനെ പരിചയപ്പെട്ടു. അദ്ദേഹം ആക്ടിവിസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു. അപ്പോൾ അന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞ പല ആശയങ്ങളോടും എനിക്ക് വിയോജിപ്പാണ് ഉണ്ടായിരുന്നത്. ഈ ജാതി കൊണ്ട് പ്രയോജനമുള്ള ഒരു വിഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സവർണർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ജാതികളെ ഓരോന്നിനെയും സംഘടിപ്പിക്കാൻ എങ്ങനെ കഴിയും? ആ ജാതിയിലെ സ്വത്വബോധം എന്ന് പറയുന്ന കാര്യം വളർത്തിയെടുക്കൽ ഭയങ്കര പാടാണ്. കാരണം ജാതി എന്ന് പറയുന്നത് അപമാനത്തിൻ്റെ ചിഹ്നമാണ്. കാരണം അവർ ഭയങ്കരമായിട്ട് സാമ്രാജ്യത്വ ഫണ്ടിങ് ഏജൻസികളുടെ ഏജൻ്റാണ് ജാനു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തിയിരുന്നത്. ഏറ്റവും അധസ്ഥിതമായിട്ടുള്ള ഈ അടിയ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ത്രീ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും അവരിപ്പോൾ UN പൊതുസഭയിൽ വരെ സംസാരിക്കുകയും ഒക്കെ ചെയ്തത് ഒരു ചെറിയ കാര്യമോ മോശം കാര്യമോ സാമ്രാജ്യത്വ അനുകൂല കാര്യമോ അല്ല എന്നുള്ളത് എനിക്ക് തുടക്കത്തിലേ ആ ബോധ്യം ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസകരമായ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മാനന്തവാടി BRCയിൽ കോർഡിനേറ്ററായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ അവിടെ കുണ്ടറ എന്ന് പറയുന്ന ഇവിടെ തിരുനെല്ലി അടുത്ത് കുണ്ടറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു മൾട്ടിഗ്രേഡ് സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ മൾട്ടിഗ്രേഡ് സെൻറ്ററുകൾ DPP ഫണ്ട് ഉപയോഗിച്ച് പണിത ചെറിയ കെട്ടിടങ്ങളാണ്. സ്ഥലം ആരെങ്കിലും സംഭാവന ചെയ്യുന്നതും. അപ്പം അങ്ങനെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മൂപ്പൻ്റെ സംഭാവനയുടെ ഭാഗമായിട്ടാണ് ആ സ്ഥലത്ത് കുണ്ടറ എന്ന് പറയുന്നത് നമ്മൾ ആ പനവല്ലിയുടെ നേരെ അക്കരക്കുന്ന. അപ്പോൾ അവിടെ ഉള്ള കുണ്ടറ എന്ന് പറയുന്ന ഇവിടെ മൾട്ടിഗ്രേഡ് സെൻറ്ററിൽ സി കെ ജാനുവും സംഘവും അവിടെ കയറി ആ സ്കൂള് കൈവശപ്പെടുത്തി എന്നൊരു വാർത്ത കേട്ടിട്ട് ഞാനും അന്നത്തെ കോർഡിനേറ്ററായിരുന്ന ഒരു ശങ്കരൻ മാഷും കൂടെ കൂടിയിട്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അന്നാണ് ഞാൻ സത്യത്തിൽ സി കെ ജാനുവിനെ നേരിട്ട് അടുത്ത് കാണുന്നത്. പക്ഷെ അന്ന് ജാനു എന്നെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഞങ്ങൾ പ്രധാനമായിട്ട് ശങ്കരൻ മാഷാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനതിൻ്റെ സൈഡിലിരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നെ അവർ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഞാൻ ആദ്യം അപ്പോൾ ജാനു ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അന്ന്. അവസാനം നമ്മളത് ആ സെൻറ്റർ അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ കുറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെൻറ്റർ ഉപേക്ഷിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ കാഴ്ച. അതിനുശേഷം ഞാൻ കാണുന്നത് 2003 ഫെബ്രുവരി 22 ബത്തേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. ഗീതാനന്ദനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ട് അടുത്ത് കാണുന്നത് ശരിക്കും നമ്മുടെ രാഘവൻ അത്തോളിയുടെ ഒരു കണ്ടെത്തി എന്ന് പറയുന്നൊരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്ന വേളയിലാണ്. അത് അന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ആയിരുന്നു ആ പരിപാടി. അത്തോളിയായിട്ട് എനിക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തോളി എന്നെ ആ പരിപാടിക്ക് സംസാരിക്കാൻ വിളിച്ചിരുന്നു. ഞാൻ അവിടെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു കവിതയെപ്പറ്റി. അപ്പം അന്ന് ഗീതാനന്ദൻ ഇതിൽ പങ്കെടുത്തിരുന്നു ആ പരിപാടിയിൽ. അത് മാത്രമല്ല, അന്ന് ഈ പരിപാടി കഴിഞ്ഞിട്ട് അവിടെയുള്ളൊരു മറ്റേ രാമദാസ് വൈദ്യരുടെ ഒരു
ലോഡ്ജുണ്ട്, നീലഗിരി ലോഡ്ജ്. ആ നീലഗിരി ലോഡ്ജിൽ ആയിരുന്നു ഞങ്ങളെല്ലാവരും താമസിച്ചത്. അന്ന് താമസിച്ച് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഗീതാനന്ദനെ പരിചയപ്പെട്ടു. അദ്ദേഹം ആക്ടിവിസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു. അപ്പോൾ പിന്നെ അന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞ പല ആശയങ്ങളോടും എനിക്ക് വിയോജിപ്പാണ് ഉണ്ടായിരുന്നത്. കാരണം അന്ന് അവസാനം ജാതിയെപ്പറ്റി ചർച്ചാ വിഷയമായപ്പോൾ, അപ്പോൾ ഓരോ ജാതിയും ശക്തിപ്പെടണം, അതുകൊണ്ട് ഓരോ ജാതിയിലും സംഘടനകൾ വേണം എന്നുള്ള രീതിയിലുള്ളൊരു അഭിപ്രായമാണ് ഗീതാനന്ദൻ പറഞ്ഞത്. പക്ഷെ ഞാൻ അതിനോട് യോജിച്ചില്ല അന്ന്. എനിക്ക് എന്നെ സംബന്ധിച്ച്, കാരണം ജാതി എന്ന് പറയുന്നത് ഈ ഈ ജാതി കൊണ്ട് പ്രയോജനമുള്ള ഒരു വിഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സവർണർ മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് ജാതി എന്ന് പറയുന്നത് ടൈറ്റിലാണ്. ജാതി ചേർത്താൽ പ്രത്യേക ബഹുമാനം കിട്ടും. നായർ, നമ്പൂതിരി, ശാസ്ത്രി, അങ്ങനെയൊക്കെയുള്ള ഓരോന്നായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ മനുഷ്യന്മാരും, പുരോഗമനകാരികളും വിപ്ലവകാരികളും വരെ ഭട്ടാചാര്യയും ചതോപാധ്യായും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വിപ്ലവകാരികളിൽ ഇപ്പോൾ മജുന്ദാർ എന്നുള്ളത് ടൈറ്റിലാണോ എന്ന് എനിക്കറിയില്ല. എല്ലാ ആളുകളും അങ്ങനെയാണ്. അപ്പോൾ ഈ VMS നമ്പൂതിരിപ്പാട്, എല്ലാ വിപ്ലവകാരികളൊക്കെ തന്നെ ഈ ജാതി വെച്ചിട്ട്, അപ്പോൾ അവർക്കാണ് ഇത് വളരെ പവർഫുള്ളാണ് ഈ സാധനം അവരെ സംബന്ധിച്ച്. പക്ഷെ ഒരു കീഴാളനെ സംബന്ധിച്ചോ ഇത് ഏറ്റവും അപമാനമാണ്. പണിയൻ, പുലയൻ, പറയൻ എന്നൊക്കെ പറയുന്നതിൽ ഭയങ്കരമായിട്ട് ആ ഒരു വാക്കുകൊണ്ട് ഇവനെ ഡീഗ്രേഡ് ചെയ്യുക ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ പിന്നെ ഈ ജാതികളെ ഓരോന്നിനെയും സംഘടിപ്പിക്കാൻ എങ്ങനെ കഴിയും? അപ്പം ജാതി വിരുദ്ധമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. അതായിരുന്നു ഞാൻ ഉന്നയിച്ച. ഗീതാനന്ദൻ എന്നോട് യോജിച്ചില്ല. ഞങ്ങൾ തമ്മിൽ രാത്രിയിൽ കുറേ നേരം തർക്കിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ ഗീതാനന്ദനെ കാണുന്നത് മുത്തങ്ങ സമരഭൂമിയിൽ വെച്ചാണ്. വെച്ചാൽ ഈ കീഴാള ജാതികൾക്ക് ആ ജാതിയിലെ സ്വത്വബോധം എന്ന് പറയുന്ന കാര്യം വളർത്തിയെടുക്കൽ ഭയങ്കര പാടാണ്. കാരണം ജാതി എന്ന് പറയുന്നത് അപമാനത്തിൻ്റെ ചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ ദളിതരും ആദിവാസികളും ഒക്കെ അവരുടെ ജാതി ഒരു പേരിനോടൊന്നിച്ച് ചേർക്കുന്നതുകൊണ്ട് പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ പലരും ഇങ്ങനെ പുലയനെന്നും ചെറുമനെന്നും പണിയനെന്നും ഒക്കെ പേര് വെക്കാറുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇവരുടെ സ്വത്വം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന്. മറിച്ച് ജാതിക്കെതിരായിട്ടുള്ള ഒരു ജാതി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കേണ്ടത്. ഞാനിപ്പോഴും ആ വീക്ഷണക്കാരൻ തന്നെയാണ്. അല്ല, ഞാനീ പറഞ്ഞ സമയത്ത് ഈ മൊത്തത്തിൽ അല്ലേ, എനിക്കെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ചൊക്കെ ഈ കുറേ കാലത്തേക്ക് നമ്മളുടെ മനസ്സിൽ ഈ കമ്മ്യൂണിസം ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജാതി സംഘടനകളൊക്കെ എന്തോ ഒരു മോശമാണ് എന്നുള്ള ഒരു വീക്ഷണം ആദ്യകാലത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതല്ല, ജാതി സംഘടനയല്ല വർഗ സംഘടനയാണ് വേണ്ടതെന്നൊക്കെയുള്ള നമുക്ക് പണ്ട് നമ്മുടെ ചെറുപ്പത്തിലേ നമ്മളിലേക്ക് ഗ്രസിച്ച ആ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം ഞാൻ അതിനെയൊന്നും അത്ര സീരിയസ് ആയിട്ട് കണ്ടിരുന്നേ ഇല്ല ആദ്യം. പിന്നീടാണ് ഇപ്പോൾ ഗോത്രസഭ അതുപോലുള്ള സംഭവങ്ങൾ വളരെ സീരിയസ് ആണെന്നും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളും അതുപോലെ തന്നെ അപ്പം അതിനിടയ്ക്ക് ഭയങ്കര ഈ അന്നുണ്ടായിരുന്ന അത് CK ജാനു അവരുടെ ആത്മകഥ പറയുന്നുണ്ട്. കാരണം അന്ന് ഈ നക്സലൈറ്റുകൾ ഭയങ്കരമായിട്ട് ഇതിനെതിരെയും ചെയ്തിരുന്നല്ലോ. കാരണം അവർ ഭയങ്കരമായിട്ട് സാമ്രാജ്യത്വ ഫണ്ടിങ് ഏജൻസികളുടെ ഏജൻ്റാണ് ജാനു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ കണ്ടിരുന്നില്ലെങ്കിലും ഏതാണ്ട് ഇവരെ സീരിയസ് ആയി കാണാതിരിക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷെ ഇതാവാം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര ഗൗരവത്തിൽ കണ്ടിരുന്നില്ല. പക്ഷേ
അവർ നടത്തിയ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലെ കുടിൽകെട്ടലും അതുപോലെ മുത്തങ്ങ സമരത്തെയുമൊക്കെ വളരെ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ. മാനസികമായിട്ട് പിന്തുണച്ചിരുന്നു. അത് ഒരു വാസ്തവമാണ്. കാരണം അത് മാത്രമല്ല, ഈ ഏറ്റവും അധസ്ഥിതമായിട്ടുള്ള ഈ അടിയ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ത്രീ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും അവരിപ്പോൾ UN പൊതുസഭയിൽ വരെ സംസാരിക്കുകയും ഒക്കെ ചെയ്തത് ഒരു ചെറിയ കാര്യമോ മോശം കാര്യമോ സാമ്രാജ്യത്വ അനുകൂല കാര്യമോ അല്ല എന്നുള്ളത് എനിക്ക് തുടക്കത്തിലേ ആ ബോധ്യം ഉണ്ടായിരുന്നു. അതിനെ ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. അതൊരു ഭയങ്കര നമ്മുടെ എല്ലാ കാലത്തും ഇപ്പോൾ പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ NDA പോയി BJPയുടെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജാനുവിനെ ഇപ്പോഴും ഇകഴ്ത്തുന്നുണ്ട് ആളുകൾ. എനിക്ക് അവരോടൊന്നും ഒരു യോജിപ്പുമില്ല. അവർ NDAയിലല്ല RSSലല്ല ഏതിൽ പോയാലും CK ജാനു എന്ന് പറയുന്നത് എന്തായാലും ഒരു 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 കീഴാള സ്വത്വത്തിൻ്റെ പ്രതീകം തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല.